എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇനി അങ്ങനെ ഒരു നിയമം വരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കില്ല, ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല, എല്ലാം ചുറ്റി പൊതിഞ്ഞ് വെച്ചിട്ട് നടന്നു, അങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞാനും അത് അംഗീകരിക്കും. നിയമം വരുവാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കും, അല്ലാത്ത പക്ഷം. ഹായ്, നമസ്കാരം. കുറച്ച് നാളുകളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് റീച്ചിന് വേണ്ടിയിട്ടും വൈറലാക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു കുറച്ച്. അപ്പോൾ വസ്ത്രധാരണം അത് നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ളതാണ്. വസ്ത്രം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ധരിക്കാം, അതിലൊന്നും ഒരാൾക്കും ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ ചോയ്സാണ് നമുക്ക് ഒരു ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നത്. പക്ഷേ ഇത് ഈ ഒരു പബ്ലിക്കിൽ വന്ന് കാണിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോഴത്തേക്ക് അരോചകമായിട്ട് തോന്നും. എനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. ഇനി അങ്ങനെ ഒരു നിയമം വരട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കില്ല, ഇങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല, എല്ലാം ചുറ്റി പൊതിഞ്ഞ് വെച്ചിട്ട് നടന്നു, അങ്ങനെ ഒരു നിയമം വരുമ്പോൾ ഞാനും അത് അംഗീകരിക്കും. നിയമം വരുവാണെങ്കിൽ അങ്ങനെ അംഗീകരിക്കും, അല്ലാത്ത പക്ഷം എനിക്കിഷ്ടമുള്ള, എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന, എനിക്ക് കണ്ട ഈ ഡ്രസ്സ് എനിക്ക് ചേരുമായിരിക്കും എന്ന് തോന്നുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ധരിക്കും. ശ്രീലക്ഷ്മി തന്നെ പറയുന്നുണ്ട് എൻ്റെ ഡ്രസ്സിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, നല്ല ഡ്രസ്സാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് തന്നെയാണ്. ഇനി അതിനകത്തൊരു ബ്ലാക്ക് എന്തെങ്കിലും ഒരു ബനിയൻ എങ്ങനെ ഇട്ടാൽ ആ ഒരു ഡ്രസ്സിന് സൂപ്പറാവും. പക്ഷേ അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. കാണിച്ചാൽ മാത്രമേ ഇവിടെ റീച്ച് കിട്ടുള്ളൂ എന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. എന്തായിരുന്നാലും സാരി ഉടുക്കുമ്പോൾ പോലും പ്ലീറ്റ് ഇട്ട് മറയ്ക്കേണ്ട സ്ഥാനം പോലും അത് ഒരെണ്ണം വെളിയിലാക്കി ഇട്ടിട്ട് അതിന് തന്നെ ട്രെൻഡിങ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ആൾക്കാരുണ്ട്. അതിലൊരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി എന്ന് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഒരു സാരി കുറേ ആൾക്കാർ അത് കാണിച്ചാൽ മാത്രമേ റീച്ച് കിട്ടൂ, ഇത് കാണിച്ചാൽ മാത്രമേ റീച്ച് കിട്ടൂ എന്ന് മാത്രം നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അങ്ങനെ അഭിനയിച്ചാൽ മാത്രമേ റീച്ച് ഉണ്ടാവുള്ളൂ, ഇങ്ങനെ അഭിനയിച്ചാൽ മാത്രമേ റീച്ച് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒരു ഫാൻസി സാരി ഒരു കല്യാണത്തിന് പോയപ്പോൾ സമയത്ത് ആരാണോ എന്തോ ആ കല്യാണം വിളിച്ചത്. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഒരുപാട് തവണ കണ്ടപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമല്ല തോന്നിയത്. കാണുമ്പോൾ നമുക്കൊരു ദേഷ്യം വരുമല്ലോ മനസ്സിനകത്ത്, ഇതെന്താണ് ഈ കാണിക്കുന്നത്, അങ്ങനെയാണ് തോന്നിയത്. രാത്രി വരെയാണ് ആ ഒരു കല്യാണ ഫംഗ്ഷനിൽ, ഇത്രയും ആൾക്കാർ വരുന്ന ഒരു ഫംഗ്ഷനിൽ ആ ഒരു പ്ലേറ്റ് ഇട്ട് മറിക്കേണ്ട സ്ഥാനം വെളിയിലിട്ടുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. എന്തോ ജാതിക്ക വരയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ അങ്ങ് നടക്കുകയാണ് ഈ ഒരു മീഡിയക്കാരെന്ന് പറയുന്ന ആൾക്കാർ. അപ്പം ഇപ്പം രേണുസുതിക്ക് ശേഷം, അതായത് രേണുസുതി ബിഗ് ബോസിൽ കയറിയ സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ കയറിയ ഒരു വ്യക്തിയായിരുന്നു ഈ ഒരു ശ്രീലക്ഷ്മി എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും ശ്രീലക്ഷ്മിയുടെ പുറകെ ഉണ്ട് ക്യാമറയും തൂക്കി, ഇല്ലെങ്കിൽ ഇപ്പം രേണുസുയുടെ പുറകിലുണ്ട്, ശ്രീലക്ഷ്മിയുടെ പുറകിലുണ്ട്. ഇവിടെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊന്നും പറയുന്നില്ല. പക്ഷെ ഇപ്പം ഇടുന്ന ഡ്രസ്സിങ് അത് കാണിച്ചാൽ മാത്രമേ നമുക്ക് റീച്ച് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല, പൊതുവേ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാൽ അറിയാം, കുറേ അമ്മച്ചിമാർ വരെ ഉണ്ട്. നമ്മൾ അന്തം വിട്ടു. നമ്മൾ വിചാരിക്കും അയ്യോ മക്കളും കുട്ടികളും ഒക്കെ ആയിട്ടിരിക്കുന്ന സ്ത്രീകൾ വരെ ഇങ്ങനെ ഇറങ്ങിയാൽ ഇത് എങ്ങനെയായിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനും ഇൻസ്റ്റാഗ്രാം എടുക്കുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അവർ നല്ല പ്രായമുള്ള ആൾക്കാരാണ്, പക്ഷെ അവർക്ക് പോലും ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നതിനായിരിക്കും അവർക്ക് വെപ്രാളം. കാരണം അവർക്ക് റീച്ച്, കാരണം അവരുടെയൊക്കെ ലൈക്കും കമൻറ്റും എടുത്ത് നോക്കിയാലൊക്കെ സാധാരണ ഇടുന്ന ഒരാളുടെ വീഡിയോസിൻ്റെ ലൈക്കും കമൻറ്റൊന്നും അല്ല അവർക്ക് കിട്ടുന്നത്. അവർക്ക് അതിലും നല്ല കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരാണ്. അതാണ് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇരിക്കുന്നത്. അങ്ങനത്തെ വീഡിയോസിൽ പോലും വെരി ബ്യൂട്ടിഫുൾ പിന്നെ ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ വരുന്ന കമൻറ്റുകളൊന്ന് ആലോചിച്ച് നോക്കി. എന്തായാലും ബാക്കി കേൾക്കാം. രേണുസുതി ശരീരം മറച്ചാണ് പബ്ലിക്കിൽ ഇറങ്ങുന്നത്. ശ്രീലക്ഷ്മി പക്ഷേ എവിടെ മറച്ചേക്കുന്നത്? ബാറിൽ പൂക്കളൊക്കെ കാണിച്ചിട്ടായിരുന്നല്ലോ ഡാൻസ്. നല്ല ശരീരം മറച്ചേക്കുന്നത്. പിന്നെ എവിടെ ഒരു ഫാഷൻ ഷോയ്ക്ക് ഞാൻ കണ്ടിരുന്നു, ഒരു നേരിയതൊക്കെ അത് മറച്ചാണോ? രേണുസുതിയും ഇതേപോലെ തന്നെയായിരുന്നു. ആദ്യം നല്ല നീറ്റായിട്ട് പാവം പോലെ വന്ന് നിന്നു. രണ്ടാമത് കുറച്ച് ഡ്രസ്സിൻ്റെ ഇറക്കം കുറഞ്ഞു. പിന്നെ ആൾക്കാർ പറയുന്ന നെഗറ്റീവ് അത് ഇതൊക്കെ കണ്ടന്റ് ആക്കി അവർ ഒരു രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരു ഭാഗം ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നെഗറ്റീവ് പബ്ലിസിറ്റിയിൽ കൂടി തന്നെയാണ് വരുന്നത്, അല്ലാണ്ട് നല്ലൊരു രീതിയിലല്ല വരുന്നത്. മറ്റുള്ള ആൾക്കാരുടെ മനസ്സ് അവർക്ക് അറിയാം. എന്ത് രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടാലായിരിക്കാം, എങ്ങനെ നടന്നാലായിരിക്കാം അവർക്ക് ആൾക്കാർ അവരുടെ മൈൻഡിലേക്ക് എത്തുന്നത്. അന്ന് വിളിച്ച ആൾക്കാരല്ല നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നെ തെറി വിളിക്കുന്നു. നാളെ അവർ തന്നെ എന്നെ അംഗീകരിക്കുമായിരിക്കും. രേണുവിനെ എല്ലാവരും അംഗീകരിക്കുന്നു, കുറച്ച് ആൾക്കാർ അംഗീകരിക്കുന്നു, കുറച്ച് ആൾക്കാർ തെറി വിളിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, രേണുസുതി നേരത്തെ ഉണ്ടായിരുന്ന സമയത്ത് രേണുസുതിക്ക് അത്ര നെഗറ്റീവ് കമൻസുകളാണല്ലോ വന്നത്. അപ്പോൾ രേണുസുതി ആ സമയത്ത് നെഗറ്റീവ് കിട്ടിയതുകൊണ്ട് പിന്നീട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആൾക്ക് നല്ല എന്താ പറയുക, ആൾക്കാർ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എനിക്ക് അതുപോലെ കിട്ടും എന്നാണ് ആൾ ഉദ്ദേശിക്കുന്നത്, അതിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ എങ്ങനെയൊക്കെ നടന്നിരുന്നാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എന്നെയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരുടെ മനസ്സിലിരിപ്പെന്ന് പറയുന്നത് തന്നെ.